ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസേനയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ടിരിക്കാൻ ദൈവം ഒരു നല്ല അവസരം കൂടി തന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് എക്കാലത്തും മനുഷ്യനോട് ഇടപെടാനുള്ളൊരു മാധ്യമം ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ്, അത് ദൈവം തന്നെയാണ്. നാശത്തിലേക്ക് പോകുന്ന മനുഷ്യനെ തിരിച്ച് ദൈവസേനയിലേക്ക് ആക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം ഈ കാലഘട്ടത്തിലും വ്യാപരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വേദപുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യബുദ്ധിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞത്. ചെന്നായുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം, ആടിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഈ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആട് എന്നത് ഒരു വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. മനുഷ്യബുദ്ധി നോക്കിയാൽ നമുക്കത് മനസ്സിലാകില്ല. ചെന്നായ് ആടിനെ കണ്ടാൽ അപ്പം തന്നെ അതിനെ കടിച്ചു കയറി കൊന്നുകളയും. എന്നാൽ കർത്താവ് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിലും ഞാൻ നിങ്ങളെ ആട്ടിൻകുട്ടിയെപ്പോലെ ഞാൻ നടത്തുകയാണ്. ഞാൻ നിങ്ങളെ കാത്തുകൊള്ളും. ചെന്നായ് നിങ്ങളെ തൊടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു അത്ഭുതകരമായൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പറയും, ഈ ലോകമല്ലേ, ലോകം മുഴുവൻ നാശത്തിലേക്ക് പോവുകയാണ്, ആരും ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നൊരു കാര്യമാണ് നാം എല്ലാവരും കാണുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിലാണെങ്കിലും ആടിനെപ്പോലെ ജീവിക്കാനുള്ള കൃപ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ നിങ്ങളെ കാത്തു പരിപാലിക്കും. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും പറ്റാതെ ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. ചെന്നായി എങ്ങനെ വേണേലും നിങ്ങളുടെ അടുത്തോട് വന്നോട്ടെ, പക്ഷെ നിങ്ങളെ തൊടുകയില്ല. പ്രിയപ്പെട്ടൊരു വലിയൊരു മർമ്മമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ട് പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധി. ഞാൻ വളരെ ആലോചിച്ച്, എന്താ ഈ പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ, പാമ്പിനങ്ങനെ ബുദ്ധി ഉണ്ടോ? പ്രാവിനെ പോലെ കളങ്കമില്ലാത്ത, അത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പ്രാവ് അങ്ങനെ അശുദ്ധിയുള്ളിടത്തൊന്നും വന്ന് ഇരിക്കുകയില്ല. മറ്റ് പക്ഷികളെ പോലെയല്ല, പ്രാവിന് അതിൻ്റേതായ ഒരു പരിശുദ്ധി ഉണ്ട്. പക്ഷേ ഈ പാമ്പിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും നോക്കുമ്പോൾ പാമ്പ് എല്ലാവർക്കും പേടിയാണ്, അത് നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. എന്നാൽ കർത്താവ് പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധി. എന്താണ് ഈ പാമ്പിനെ പോലെയുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ? പാമ്പിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അപകടം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെ ജീവിക്കാൻ അതിന് പറ്റും. അപകടം മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവ്, അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ കുഞ്ഞാടിന് ചെന്നായ്ക്കളുടെ നടുവിൽ പോകുമ്പോഴും അപകടമാണെന്നറിയാം, പക്ഷേ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂക്ഷ്മത, അതാണ് പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും സാധിക്കുന്നൊരു കാര്യമല്ല. ആ ബുദ്ധി, അതായത് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. ഒരു പരീക്ഷകന് അടുത്തേക്ക് വന്നില്ല. എന്നാൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നപ്പോൾ പിശാച് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ ദൈവപുത്രനെങ്കിൽ ഈ കാണുന്ന കല്ലെടുത്ത് അപ്പമാക്കി തീർന്ന് നിനക്ക് തിന്നാമല്ലോ, പട്ടണത്തിലേക്ക് പോകാൻ ഏറെ നിനക്ക് സമയമെടുക്കും, നീ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരു വെൽവിഷറായിട്ട് പിശാച് കർത്താവിൻ്റെ അടുത്ത് വന്ന് ഒരു നല്ല കാര്യം പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന് ഒരു പ്രത്യേകം ആയിട്ടത് ഒരു കാര്യം മനസ്സിലായി. കർത്താവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യം കൊടുത്തു, ഇത് പിശാചിൻ്റെ ആലോചനയാണ്. പിശാച് പറയുന്നത് പോലെ ജീവിക്കാനുള്ളവനല്ല നീ. ആ ഒരു കാര്യം സാധാരണ നമുക്കാർക്കും കിട്ടാറില്ല, മനസ്സിലാക്കാറില്ല. നമ്മൾ പെട്ടെന്ന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യും. എന്നാൽ നല്ലതെന്ന് തോന്നിക്കുന്ന കാര്യത്തിൽ കൂടിയാണ് പിശാച് നമ്മളെ വലയ്ക്കുന്നത്. അവിടെ യേശുവിന് വിശപ്പുണ്ടെങ്കിലും യേശുവിന് ഭക്ഷണം ആവശ്യമാണെങ്കിലും അത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു കാര്യം എന്നാ ചോദിച്ചാൽ, പിശാചിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടാൽ ഏദൻ തോട്ടത്തിൽ ഹവ്വായ്ക്ക് പറ്റിയ വലിയ ചതിവ് പറ്റും. പ്രിയപ്പെട്ടവർ, ഇതാണ് പാമ്പിനെ പോലെയുള്ള ബുദ്ധി എന്ന് പറയുന്നത്. അപകടം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ളൊരു വലിയൊരു ഭാഗ്യം.
അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് തരാൻ പറ്റും, പക്ഷേ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കില്ല. അവിടെയാണ് മനുഷ്യന് പറ്റുന്ന കുഴപ്പം. ഹവ്വായ്ക്ക് പറ്റിയ അബദ്ധവും അതുതന്നെയാണ്. ഒരു പരീക്ഷണഘട്ടം വന്നപ്പോൾ അത് പരീക്ഷണമാണെന്ന് പോലും തിരിച്ചറിയാൻ ഹവ്വായ്ക്ക് കഴിഞ്ഞില്ല. അത് നല്ലതാണെന്ന് അങ്ങ് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാ ആത്മീയരെന്ന് പറയുന്നവർക്ക് പോലും പറ്റുന്ന ഒരു അപകടം, ഭൗതികമായി നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും, ബുദ്ധിയിൽ നോക്കിയാൽ നല്ലതാണെന്ന് തോന്നും, എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു സെൻസിറ്റീവ്നെസ് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് നിറവലി ആ കാര്യം സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ വെളിച്ചമുണ്ടെന്നുള്ളത് കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല. നമ്മളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളത്തിൽ വസിക്കാൻ നമ്മൾ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവ്നെസ് നമുക്ക് കിട്ടും. അതാണ് പാമ്പിനെ പോലെയുള്ള ബുദ്ധി. ഇനി പ്രാവിനെ പോലെയുള്ള കളങ്കമില്ലായ്മയെന്ന് പറഞ്ഞാൽ പ്രാവിനെ സംബന്ധിച്ച് ഇറ്റ്സ് ഹാംലെസ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല, ആർക്കും ഒരു ദോഷവും ചെയ്യില്ല. അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലും തിരിച്ചൊന്നും തന്നെ ദോഷമായിട്ട് ചെയ്യത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു സ്വഭാവമാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലും നിങ്ങളൊന്നും പ്രതികാരം ചെയ്യരുത്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ തക്ക സമയത്ത് പ്രതികാരം ചെയ്തു കൊള്ളാം. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കത കാണിക്കുക, ഹാംലെസ്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യരുത്. ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ വണ്ണം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവ് നിങ്ങൾ വിധേയപ്പെട്ട് കൊടുത്താൽ മാത്രം മതി. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. എവിടെ ചെന്നായ്ക്കളുടെ നടുവിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ നിങ്ങളെ അയക്കുന്നത് അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് ശക്തി അയച്ചല്ല അയക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ലോകപ്രകാരമുള്ള കാര്യം, ഈ എതിർപ്പുകളെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല, പക്ഷേ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കാണും. ഞാൻ നിങ്ങളെ നിയന്ത്രിക്കും, ഞാൻ നിങ്ങളെ ശാന്തരാക്കും, ഞാൻ നിങ്ങൾക്ക് ദീർഘക്ഷമ തരും, ഞാൻ നിങ്ങൾക്ക് സൂക്ഷ്മത തരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ജീവിതം വളരെ ഗൗരവമുള്ള ജീവിതമാണ്. ഭൂമിയിൽ ഒരല്പം ആയുസ്, കുറച്ച് കാലം, അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഈ ഈ ഭൂമിയിലെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്ത് നാം മനസ്സിലാക്കണമെന്നാണ് കർത്താവ് ഇതിൽ കൂടെ മനസ്സിലാക്കി തരുന്നത്. ഒരു വലിയ ന്യായവിധി ഉണ്ട്. എല്ലാ മുഴങ്കാലം ദൈവസന്നിധിയിൽ മടങ്ങുന്ന ഒരു കാലമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഭൂമിയിൽ നമുക്ക് ലഭിച്ച ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും കുടുംബത്തിനും എല്ലാറ്റിനും ദൈവം കണക്ക് ചോദിക്കും. നീ എന്ത് ചെയ്തു? നീ എന്നെ മാനിച്ചോ? എൻ്റെ ക്രൂശിലേക്ക് നീ നോക്കിയോ? എൻ്റെ രക്ഷാകരമായ കാര്യപരിപാടി നീ സ്വന്തമാക്കിയോ? പാരമ്പര്യമായി നിനക്ക് കിട്ടിയ ശാപങ്ങളും ദോഷങ്ങളും പാപങ്ങളും നീ അത് മാറ്റിക്കളയാൻ നിൻ്റെ ജീവിതം ഉപയോഗിച്ചോ? നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പണം സമ്പാദിക്കുകയായിരുന്നോ? സുഖലോലുപത്വമായിരുന്നുവോ? ഈ ഭൂമിയിൽ ഒന്നും ചിന്തിക്കാതെ ജീവിക്കുകയായിരുന്നോ? മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കുകയായിരുന്നോ? നിൻ്റെ ലക്ഷ്യം എന്താണ്? മരണം കഴിഞ്ഞിട്ട് ഒരു ജീവിതം കൂടെ നീ ചിന്തിക്കാറുണ്ടായിരുന്നുവോ? പ്രിയപ്പെട്ടവരെ, ദൈവം കണക്ക് ചോദിച്ചാൽ ആർക്കും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും. എൻ്റെ 22ാമത്തെ വയസ്സ് ഞാൻ മാനസാന്തരപ്പെടുമ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്നും യൗവനം കാണുകയില്ല, എന്നും ആരോഗ്യം കാണുകയില്ല, എന്നും ഒരു നല്ല കാലം കാണണമെന്നില്ല. ഒരു ദുർഘട സമയം വരും, ആർക്കും സഹായിക്കാൻ വയ്യാത്തൊരു കാലം വരും, എല്ലാവരും നിസ്സഹായതയോടെ നോക്കിയിരിക്കുന്ന ഒരു കാലം വരും. അന്ന് ആർക്ക് സഹായിക്കാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് മാത്രം. അവന് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, അവന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, അവന് മാത്രമേ എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരാ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? കർത്താവ് രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്ന ആരുണ്ട്? ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വരവിന് വേണ്ടി ഒരുങ്ങും. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുങ്ങും. എത്ര പേർക്കുണ്ട്? അധികം പേർക്ക് ഞാൻ കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് രണ്ടാം വരും എന്ന് പറയുന്നത് ഒരു ചിന്താവിഷയവുമല്ല. ഒരു മരണക്കടക്ക ഉണ്ടെന്നുള്ള കാര്യം ആരാ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെയാണ് ഇന്ന് അനേകരും, പ്രത്യേകിച്ച് വെളിച്ചം കിട്ടിയവർ പോലും, വചനം അറിയാവുന്നവർ പോലും പിശാചിനാൽ മയക്കപ്പെട്ടവരായിട്ട് ഈ ഭൂമിയിൽ കഴിയുന്നു. സത്യം അറിയുന്നില്ല, വരാനിരിക്കുന്ന വലിയൊരു വിപത്ത് അറിയുന്നില്ല, ഒരു മരണമുണ്ടെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല, നമ്മുടെ ആത്മാവ് ഹൃദയത്തിൽ കിടന്ന് കുറുകയാണെന്നുള്ള അറിയുന്നില്ല. പിശാചിൻ്റെ പ്രലോഭനങ്ങളിലും പാപത്താലും നമ്മുടെ ആത്മാവ് ബന്ധനത്തിൽ കഴിയുകയാണെന്ന് അനേകരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ആത്മാവിൻ്റെ വേദന സ്വർഗം കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മളതിന് ലഘുചികിത്സകളൊക്കെ കൊടുത്തുകൊണ്ട്
സമാധാനമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്നു. ഈ ഭൂമിയിൽ പല കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അതിൽ ആകർഷിക്കപ്പെട്ട് അതിൽ സംതൃപ്തരായി കുറേ പ്രയാസവും ഭാരമൊക്കെ ഉണ്ട്, എന്നാൽ തന്നെയും നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു. ആരോട് ചോദിച്ചാലും എന്നാ ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് ജീവിക്കുന്നു. സങ്കടവും ദുഃഖവും സന്തോഷവും ഒക്കെ ഉള്ളതാണ്, സമ്മിശ്രമാണ് ഈ ലോകത്തിലെ ജീവൻ എന്നാണ് പറയുന്നത്. അല്ല പ്രിയവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ ഒന്നും ജീവിക്കാനല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ സാത്താൻ്റെ പിടിയിലാണോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ ആരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്? നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് പിശാചിൻ്റെ വകയാണോ പരിശുദ്ധാത്മാവിൻ്റെ വകയാണോ? ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടുന്ന എന്താണ്? ഈർഷ്യയാണോ? ദേഷ്യമാണോ? കോപമാണോ? നിസ്സാര കാര്യത്തിന് കോപിക്കുന്നവരുണ്ട്, നിസ്സാര കാര്യത്തിൽ ഭാരമെടുക്കുന്നവരുണ്ട്, നിസ്സാര കാര്യത്തിൽ മനസ്സും ഉഷ്ണിക്കുന്നവരുണ്ട്, നിസ്സാര കാര്യത്തിൽ നിരാശപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഞെരങ്ങുകയല്ലേ? നമ്മൾ സൗഭാഗ്യകരമായ ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രാവിനെ പോലെ നിഷ്കളങ്കമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികം പേർക്കതില്ല. കൂട്ടായ്മയ്ക്ക് കൂടി വരിക, വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, കഴിയാവുന്നിടത്തോളം നന്മ ചെയ്ത് ജീവിക്കുക, പാപവും ചെയ്യരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവേറിയ കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ സങ്കീർത്തനത്തിനകത്ത് 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന്. ഒരു ബുദ്ധിയുടെ കാര്യമാണ് പറയണത്. ദൈവത്തെ അന്വേഷിക്കുക, അതൊരു വലിയ കൃപയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാണാത്തൊരു ദൈവം, എന്നെ സൃഷ്ടിച്ചൊരു ദൈവം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി കാലക്രൂശിൽ പിടഞ്ഞു മരിച്ചൊരു ദൈവം, എന്നെ ആഴമുള്ള കുഴിയിൽ നിന്ന് കോരിയെടുത്തൊരു ദൈവം, എനിക്ക് സമാധാനവും സന്തോഷം തന്ന ദൈവം, ലോകപ്രകാരം എല്ലാ നന്മകളും എനിക്ക് തന്ന ഒരു ദൈവത്തെ കണ്ടെത്താൻ എത്ര പേർ ശ്രമിക്കുന്നുണ്ട്? ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. ആ ദൈവത്തെ എനിക്ക് രുചിച്ചറിയണം. ആ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം. ആ ദൈവത്തിന് ദുഃഖം വരുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. എൻ്റെ ദൈവം എൻ്റെ ഹൃദയം നോക്കി സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? എൻ്റെ പ്രിയരെ, ഇങ്ങനെ കണക്കൂട്ടുന്ന എത്ര പേരുണ്ട്? എന്തായി ജാഗരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആരാണ്? എൻ്റെ ദൈവം ഇനിയിപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ആ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ശരിയാണോ ഇല്ലയോ? ഇതൊക്കെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നിഷ്കളങ്കത, ഒരു പ്രാവിനെപ്പോലെ നിങ്ങളെ ഞാൻ മാറ്റിമറിക്കും. നിങ്ങൾക്ക് പ്രതികാരങ്ങളൊന്നും ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് വാശിയോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഭിന്നതയോ സാധാ ലോകമനുഷ്യനുള്ള ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല. അങ്ങനെയാണ് നിങ്ങൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി തീരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവ മൂല്യം മറ്റുള്ളവർ കണ്ടുകൊണ്ട്, ഇത് മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല, സാക്ഷാൽ ഒരു ദൈവം ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ജനം പറയണം, പരസ്യമായിട്ട് പറയില്ലായിരിക്കും. അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ഒരു ദൈവമുണ്ടെന്ന് ജനസമൂഹത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. നോഹ എന്താ ചെയ്ത്? തകർന്നു കിടക്കുന്ന ജനസമൂഹത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം അക്ഷരപ്രകാരം ജീവിച്ചു. ആദ്യമൊന്നും ജനത്തിന് മനസ്സിലായില്ല, പക്ഷേ പിന്നീട് മനസ്സിലായി ഒരു ദൈവാത്മാവുള്ള മനുഷ്യനാണ് നോഹയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഒരു വലിയ മാറ്റം വന്നേ പറ്റുള്ളൂ. അപ്പനും അമ്മയും തന്ന സ്വഭാവത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഞാൻ നശിക്കുകയുള്ളൂ. അതാണ് ഒരു വീണ്ടും ജനനമെന്ന് പറയുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളായി ഭൂമിയിൽ ജീവിച്ചാലും ജഡത്താൽ ജനിച്ചത് ജഡവും ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡപ്രകാരം ജീവിച്ചവരാണെങ്കിലും പല രീതിയിലുള്ള പൈശാചികമായ ബന്ധനങ്ങൾ ഉണ്ടെങ്കിലും, തകർന്നടിഞ്ഞ ജീവിതമാണെങ്കിലും, പാരമ്പര്യം മോശമാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം മാറ്റിമറിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഈ ദൈവസ്നേഹം കാണാൻ എത്ര പേരുണ്ട്? നമുക്കറിയാം, ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്ന സാധാരണക്കാർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാണാത്ത ദൈവം, പരിചയമില്ലാത്ത ദൈവം, വേദപുസ്തകത്തിനകത്ത് ആളുകൾ ഒതുങ്ങിയിരിക്കുന്ന ദൈവം. പിന്നെ ഇന്നത്തെ മനുഷ്യർ എന്താണ് ദൈവത്തെ വിളിക്കുന്നത്? അവർക്ക് ചില കാര്യങ്ങൾ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു കൊടുക്കണം. ഭൂമിയിലെ അവരുടെ ജീവിതത്തിനകത്ത് അവർക്ക് ലഭിക്കാത്ത പല കാര്യങ്ങളും, അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ദൈവം അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുക. അതിനു വേണ്ടിയാണ് പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്? ആളത്തിന് രൂപാന്തരപ്പെടാൻ വേണ്ടിയാണോ? ദൈവാത്മാവിന് വേണ്ടി ഹൃദയം ഒരുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ? എൻ്റെ ദൈവത്തെ എനിക്ക് മാനിക്കണം, എൻ്റെ ദൈവൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം, ഈ നിസ്സാര ജീവിതം അവന് കൊടുക്കണം, ഇതുവല്ലമാണോ വിഷയം?
എനിക്ക് പലതും വേണം. എത്ര കിട്ടിയാലും മതിയാകില്ല, മനുഷ്യ പ്രകൃതി അതാണ്. ഇനിയും വേണം. കിട്ടിയില്ലെങ്കിലോ ദൈവത്തോട് പരിഭവമായി, പ്രാർത്ഥന മുടങ്ങി, നിരാശയായി, പരിഭവമായി, ആൾ മാറിക്കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളെ മാറ്റിമറിക്കാൻ എനിക്ക് മനസ്സാണ്, ഞാൻ നിങ്ങളെ മാറ്റിമറിക്കും, എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ദൈവത്തെ അന്വേഷിക്കാൻ ഒരു മനസ്സ് വേണ്ടേ? അതും കുറവയാണ്. ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ദൈവജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ഉണ്ടെന്ന്. ശബ്ബത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് സ്വസ്ഥതയാണ്, ശാന്തമായിട്ടിരിക്കുകയാണ്, അത് വിശ്രാമമാണ്. അത് ദൈവജനത്തിന് ദൈവം കൊടുക്കുന്നൊരു ദിവസമാണ് സബത്ത്. 7-ാം ദിവസം 6 ദിവസം സൃഷ്ടിയെല്ലാം നടത്തി 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ കാര്യം മനസ്സിലാക്കണം. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. മനുഷ്യൻ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനോടുകൂടി സബത്ത് ആഘോഷിക്കാൻ ദൈവം ആഗ്രഹിച്ചു. മനുഷ്യനോടുകൂടി ദൈവത്തിൻ്റെ സ്വസ്ഥത മനുഷ്യന് കൊടുക്കാൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുവാൻ, സമാധാനവും സന്തോഷവും, ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷം കൊണ്ട് മനുഷ്യന് കൊടുക്കാൻ ദൈവം അവനൊരു സബത്ത് അനുഭവം കൊടുത്തു. അവിടെ തന്നെ പറയുന്നുണ്ട്, വിശ്രാമസ്ഥലം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ കാര്യം, ഒരു സ്വസ്ഥത കൊടുത്തിട്ടുണ്ട്. ഒരു സ്വസ്ഥത. നമുക്കറിയാം, ഭൂമിയിലെ ജീവിതത്തിൽ എവിടെ അസ്വസ്ഥത? ഒരല്പം നേരം ശാന്തമായിട്ടിരുന്നാൽ വേണ്ടാത്ത ചിന്തകളെല്ലാം കയറി വരും, മനസ്സ് അസ്വസ്ഥമാവും. പാപചിന്തകളായിരിക്കണമെന്നില്ല, ലോകചിന്തകൾ, ഭാരവിഷയങ്ങൾ, ആകുലങ്ങൾ, ജീവിതത്തിലെ ചില സങ്കടകരമായ കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ കയറി വലയ്ക്കുകയാണ്. അവൻ്റെ സ്വസ്ഥം നഷ്ടപ്പെടും, ഉറക്കം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തു പറ്റും? ഇങ്ങനെയുള്ള മനസ്സിൽ ആരെങ്കിലും ഒന്ന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഉടനെ ദേഷ്യപ്പെട്ടു, ഭാരപ്പെട്ടു, ഇറിറ്റേറ്റഡായി കഴിഞ്ഞു, ഉടനെ കോപിക്കാൻ തുടങ്ങി. എന്തെല്ലാം കാര്യമാണ്! ശാന്തമായിരിക്കുന്ന മനസ്സിന് മാത്രമേ വാസ്തവത്തിൽ പാപം വരാതിരിക്കുകയുള്ളൂ. ദൈവാത്മാവ് ഇറങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യകൂടാരത്തിൽ മാത്രമേ പാപം വരാതിരിക്കുകയുള്ളൂ. മറ്റേത് മുഴുവനും നമ്മളിങ്ങനെ തൊട്ടാൽ മതി, ആൾ പൊട്ടിത്തെറിക്കും. നമ്മൾ പുറമേ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാണ്, ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ദൈവത്തിൻ്റെ ശബ്ദാനുഭവം മനുഷ്യനോട് കൂടിയാണ്. അത് മനുഷ്യനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ മനുഷ്യനത് കിട്ടുകയുള്ളൂ. പക്ഷേ മനുഷ്യൻ അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവത്തിന് മനുഷ്യനെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ തെന്നി പോകുന്ന ഒരു അവസ്ഥയിലാണ് ചുരുക്കം പേർക്ക് ദൈവത്തിൻ്റെ ഈ വലിയ കുറവ് കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 കന്യകമാർക്ക് ബുദ്ധിയിലെന്ന് പറയുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. അവർക്കെന്താ കുഴപ്പം? എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അവരെല്ലാം വിട്ടവരാണ്, അവർക്ക് സമർപ്പണമുള്ളവരാണ്, അവർക്ക് ദൈവത്തോട് സ്നേഹമുള്ളവരാണ്. ലോകത്തെ വിട്ടവർ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നവരാണ്, ആത്മാവിനെ നേടിയവരാണ്, അവരുടെ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, അവർ കൂട്ടായ്മ ആചരിച്ചവരാണ്. എല്ലാമുണ്ട്. ഒരു കാര്യം മാത്രം അവർക്ക് ഒരു കുറവ് അവർക്കുണ്ടായിരുന്നു. ആ കുറവോട്ട് അവരറിഞ്ഞുമില്ല. വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അവർ മനസ്സിലാക്കിയില്ല. മണവാളൻ വരുന്നത് താമസിച്ചാലോ എന്നവർ ചിന്തിച്ചില്ല. തൽക്കാലത്തേക്കുള്ളതുണ്ട്, തൽക്കാലത്തേക്കുള്ള ദൈവസ്നേഹമുണ്ട്, തൽക്കാലത്തേക്കുള്ള കൃപയുണ്ട്, തൽക്കാലത്തേക്കെല്ലാം ഉണ്ട്. പക്ഷേ ആത്മനിറവെന്ന് പറഞ്ഞൊരു കാര്യത്തിന് അവർ വില കൊടുത്തില്ല. മണവാളം വരാൻ താമസിച്ചപ്പോഴത്തേക്ക് എണ്ണ തീർന്നു പോയി. എത്ര സങ്കടകരമായ കാര്യമാണ്. വാതിലടച്ച ശേഷം മണവാളം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന്. എത്ര സങ്കടകരമായ കാര്യം. ഈ വർഷങ്ങളെല്ലാം ഈ ലോകത്തെ വിട്ട്, ജഡത്തെ വിട്ട്, ഈ ലോക മനുഷ്യരെ വിട്ട് വേർപാട് പാലിച്ച് ഇത്രത്തോളം ഈ കൂട്ടായ്മ ആചരിച്ച് വന്നിട്ട് എന്തു പ്രയോജനം? അതാണ് വരാതിരിക്കുന്ന വിപത്തെന്ന് പറയുന്നത്. ഞാൻ കാത്തിരിക്കുന്ന മണവാളൻ ഒരു പൊട്ടോ പൊടിയോ അവൻ സമ്മതിക്കുന്നവനല്ല. പിശാചിനുള്ള അലസത, സംതൃപ്തി, ഇത്രയും മതി. ഒരു കൃപയുണ്ട്, പാപമൊക്കെ വിട്ടതാണ്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്കറിയാം കാര്യം കുഴപ്പമാണ്. ഭാര്യയ്ക്ക് വിലയൊന്നുമില്ല ഭർത്താവിനെക്കുറിച്ച്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഹൃദയത്തിൽ കിടക്കുന്ന പലതും വീട്ടിൽ വെളിപ്പെട്ട് വരും. എന്നാൽ എൻ്റെ ദൈവം എന്നെ നോക്കി ദുഃഖിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കാനല്ല, എനിക്ക് ആത്മനിറവ് കിട്ടിയേ പറ്റുള്ളൂ. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്നേ പറ്റുള്ളൂ. എൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റിയേ പറ്റുള്ളൂ. അതിവിടെ വെച്ച് നടന്നില്ലെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും. 5 കന്യമാരുടെ അവസ്ഥ എത്ര ഭയാനകമാണ്.
എത്ര സങ്കടം. എനിക്ക് വലിയ സഹതാപം തോന്നി. പക്ഷേ സഹതാപത്തിന് വല്ല അവിടെ കാരണമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം, എല്ലാം കൊടുത്തു, എല്ലാ ഫെസിലിറ്റിയും കൊടുത്തു. എന്നെ ഞെട്ടിപ്പിക്കുന്നൊരു വാക്കുണ്ട്, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. ആ വെളിച്ചം എന്നുള്ള ഞാൻ യേശുക്രിസ്തു എന്ന് പറയും. യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ, മനുഷ്യൻ്റെ പ്രവൃത്തി പാപത്തിലേക്കുള്ള ചായ്വാകയാൽ യേശുക്രിസ്തു വന്നു, വെളിച്ചം വന്നു, വെളിച്ചത്തിൽ നടക്കാൻ കർത്താവ് പറഞ്ഞു. പക്ഷേ മനുഷ്യന് വെളിച്ചത്തിൽ നടക്കാനല്ല താല്പര്യം, അവന് പാപത്തിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ യേശുക്രിസ്തു വന്നു എന്നുള്ളതുകൊണ്ട് അവന് ഒരു പ്രയോജനവുമില്ല. യേശുക്രിസ്തു വന്നത് അവൻ്റെ പാപം മാറ്റാനാണ്, അവൻ്റെ ബന്ധനം അഴിക്കാനാണ്, അവനെ സ്വർഗ്ഗരാജ്യം എത്തിക്കാനാണ്. പക്ഷേ അവനത് വിഷയമല്ല. അവൻ യേശുക്രിസ്തുവിനെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ല, അവൻ ദൈവമാണെന്ന് അംഗീകരിക്കുന്നില്ല. അവൻ്റെ നന്മയ്ക്ക് വേണ്ടി അവന് വേണ്ടി പെടഞ്ഞു മരിച്ച ക്രിസ്തുവാണെന്നുള്ള ബോധമില്ല. അവനെ കൈക്ക് പിടിച്ച് സ്വർഗ്ഗരാജ്യം എത്തിക്കാനാണെന്നുള്ള യാതൊരു ചിന്തയും അവനില്ല. അതുകൊണ്ട് എന്തു പറ്റി? മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാളധികം, അവർ യേശുവിനേക്കാളധികം പാപത്തെ സ്നേഹിച്ചു, ഇരുളിനെ സ്നേഹിച്ചു. അവിടെ ന്യായവിധി വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വന്നു കഴിഞ്ഞു. മനുഷ്യൻ ദൈവത്തെ വിട്ട് പാപത്തിലേക്ക് തിരിയുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ വിട്ട് ലോകത്തിലേക്ക് തിരിയുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ ഗൗരവമായി കാണാതിരിക്കുമ്പോൾ, അവൻ്റെ ആത്മാവിനെക്കുറിച്ച് അവൻ ചിന്തയില്ലാതിരിക്കുമ്പോൾ അവിടെ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് മരണത്തിൻ്റെ കടക്കിലേക്ക് പോകണ്ട, അതിനു മുമ്പ് ന്യായവിധി വന്നു കഴിഞ്ഞു. എത്ര ഗൗരവമാണ് ആത്മീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണമെന്ന് വായിച്ചു കളയാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. നിങ്ങൾക്ക് ഭൂമി ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു നിക്ഷേപമുണ്ട്. നമ്മുടെ സാധാരണ നിക്ഷേപം വസ്തുവിലായിരിക്കാം, പണത്തെ കൊണ്ടായിരിക്കാം, സ്വർണം കൊണ്ടായിരിക്കാം, പലതും നമ്മൾ നിക്ഷേപിക്കും, ഭാവിക്ക് വേണ്ടി കരുതുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിൻ്റെ ഈ ഭൂമി നശിച്ചു പോകും, ഭൂമി വെന്തുരുകിപ്പോകും, ഇവിടെ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണേ? ഈ ചെറുപ്പക്കാരൻ നിത്യവനായി ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ അവനോട് അവൻ പറഞ്ഞു, നിത്യവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ കൽപ്പന അനുസരിക്കാൻ പറഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ കൽപ്പന അനുസരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് സൽഗുണസമ്പൂർണ്ണനാകണമെങ്കിൽ, കറയില്ലാത്തവനാകണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, നിനക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ, ഒരു ഭാവിയിൽ നിനക്ക് ഉന്നതമായ നിലവാരം കിട്ടണമെങ്കിൽ, ദൈവത്തോടു കൂടി നിനക്ക് കഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഈ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുന്നത് ഭൂമിയിൽ മനഃപൂർവ്വം ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എന്തെല്ലാം വിടുന്നുവോ അതാ സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് വരുന്നത്. പ്രിയരെ, ഇത് അധികം പേര് മനസ്സിലാക്കുന്നില്ല. വിടാൻ എല്ലാവർക്കും പേടിയാണ്, വിടാൻ എല്ലാവർക്കും സങ്കടമാണ്. മനഃപൂർവ്വം സങ്കടപ്പൊണ്ടും വിഷമിച്ചുമാണ് വിടുന്നത്, സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് വരികയില്ല. ആ ഭൂമിയിലുള്ളത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി കർത്താവ് എനിക്ക് എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം വിട്ട് ചപ്പന്നും ചവറന്നു വേണ്ടി വിട്ടുന്നത് ഓരോന്നും സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് വരികയാണ്. സ്വർഗത്തിൽ നിക്ഷേപമുള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിധിയുടെ കാര്യം നമുക്കറിയാമല്ലോ, എല്ലാം വിറ്റ് വാങ്ങേണ്ടത് നിധി. അവനെല്ലാം സന്തോഷത്തോടെ വിൽക്കുന്നത്. നിധി കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം സന്തോഷത്തോടെ വിൽക്കാൻ തുടങ്ങി. ആ നിധിയുടെ മൂല്യം അവന് മനസ്സിലായി. ഇതാണ് ബുദ്ധി എന്ന് പറയുന്നത്. വരും കാലത്തേക്ക് വേണ്ടി ഇപ്പോഴേ കരുതുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ തരൂ. ഞാൻ പറയും, സ്വർഗ്ഗം ഇവിടെയാണ് തുടങ്ങുന്നത്. ഒരു ദിവസം ദൈവത്തോടു കൂടി ജീവിച്ച് ഒരു ദിവസം കാണാതാകും, അത്രയേ ഉള്ളൂ മരണം. അല്ല, മരണം കഴിയുമ്പോൾ നമുക്ക് യാതൊരു മാറ്റവും വരില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കളങ്കമില്ലായ്മയെക്കുറിച്ച് പറയാമല്ലോ പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയും, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരണം, തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരും. സാധിക്കുമോ? ആത്മാവുണ്ടെങ്കിൽ സാധിക്കും. കർത്താവ് വീണ്ടും പറഞ്ഞു, പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ആൾ മാറും. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മണവാട്ടിയാണ്, ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടിയാണ്. ഓശാപ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ വിവാഹം നിശ്ചയിക്കുന്ന മണവാട്ടിയാണ്. ഞാൻ ആരാന്ന് നിനക്കറിയാമല്ലോ. അതുപോലെ പവിത്രമായി നീ ജീവൻ നയിച്ചാൽ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. എത്ര പേർക്ക് ഈ ഗൗരവമുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിസ്സാര ജീവിതം കളയരുതേ.
ഈ നിസ്സാര ജീവിതം ഈ ലോകത്തിന് വേണ്ടി കളയല്ലേ, നിസ്സാര ജീവിതം സുഖത്തിന് വേണ്ടി കളയല്ലേ. യേശുക്രിസ്തു ആവലോട് ഈ മൺകൂടാരത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടു. കർത്താവേ, വേണ്ട ബുദ്ധിയും വേണ്ട നിഷ്കളങ്കതയും എനിക്ക് തരണമേ, ഞാൻ എന്നും നിൻ്റേതാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.